ഗൈസ്, ഇന്ന് ചെറിയൊരു മോർണിംഗ് റുട്ടീനാണ്. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചപ്പാത്തി ഉണ്ടാക്കാനല്ല കുഴക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രീതിൻ്റെ മിക്സിൻ്റെ ജാർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വളരെ സുഖമായിട്ട് ചപ്പാത്തി കുഴക്കാൻ വേണ്ടി പറ്റും. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. മെയിനായിട്ട് പറ്റുന്ന ഒരു പ്രോബ്ലം ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് കുഴക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറന്നു പോകുന്നുള്ളതാണ്. പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. കുറച്ചായിട്ടേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ കൂടുതലെടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചളി പോലെ ആവും. പിന്നെ പ്രഷറിൽ വെച്ച് ചെയ്യുന്ന കൂട്ടർക്ക് കുറച്ച് വെള്ളത്തോടെ കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ പോലെ ചപ്പാത്തി പരത്താൻ ആണെങ്കിൽ പിന്നെ ആ ഒരു ഈ രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം. ഇതാ ഒരു എത്ര ചെറിയൊരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മളെ ചപ്പാത്തി കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പിന്നെ കുറച്ച് മസാലകളെല്ലാം ഇട്ടിട്ടാണ് ആക്കുന്നത്. അതേ സൈഡിൽ തന്നെ ഒരടുപ്പിൽ എന്താ പറയുക, റോസ്റ്റിൻ്റെ കാര്യം ചെയ്യുമ്പോൾ മറ്റൊരടുപ്പിൽ നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. ചപ്പാത്തി ഉണ്ട് നല്ല പൊങ്ങി, നല്ല എന്താ പറയുക, അടിപൊളി ചപ്പാത്തിയായിട്ട് കിട്ടും. അതിപ്പം കൈ കൊണ്ട് കുഴച്ചാലും കിട്ടും കേട്ടോ. നമ്മൾ കുഴക്കനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കുരുമുളകും ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ റോസ്റ്റിന് അടിപൊളി ഫ്ലേവർ ആയിരിക്കും. നമ്മളെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റാണ്. പ്രീതിൻ്റെ മിക്സി ഇല്ലാത്തവരും നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്.